നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരിക ആലപ്പുഴയിലെ പുന്നമടക്കായലൊക്കെയാകും. ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പേരും പെരുമയും കടൽ കടന്നാലും. ഓസ്ട്രേലിയയിൽ നിന്നും സ്വരാജ് സെബാസ്റ്റ്യന്റെ റിപ്പോർട്ടിലേക്ക്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് ആണ് ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി. വള്ളംകളിയെ നെഞ്ചിലേറ്റുന്ന പ്രവാസി മലയാളികൾക്ക് നിറമുള്ള കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഓസ്ട്രേലിയയിലെ ആദ്യ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സമാപനമാകുന്നത്. കേരളത്തിന്റെ സ്വന്തം ജലോത്സവമായ നെഹ്റു ട്രോഫി വള്ളംകളി ഓസ്ട്രേലിയൻ ജനതയ്ക്ക് പരിചയപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം. നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പേരിട്ടപ്പോൾ തന്നെ പലരും ചോദിച്ചു, ഓസ്ട്രേലിയൻസ് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ നെഹ്റു ട്രോഫി. അപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിന്റെ തനതായ 70 വർഷം പാരമ്പര്യമുള്ള നെഹ്റു ട്രോഫി വള്ളംകളിയെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അതിന്റെ വീഡിയോസ് കാണിക്കുവാനും ഒക്കെ സാധിച്ചു. ജലമേളയുടെ പെരുമ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് കടൽ കടന്നപ്പോൾ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പൂർണ്ണ പിന്തുണ. I am filled with immense pride and joy to learn about the All Australia Kerala boat race, an event that reflects the grandeur of our own Nehru Trophy boat race. അങ്ങനെ ഓസ്ട്രേലിയൻ മണ്ണിലെ ആദ്യ നെഹ്റു ട്രോഫി വള്ളംകളി സംഘാടക മികവ് കൊണ്ടും ശ്രദ്ധേയമായി. ക്വീൻസ്ലാൻഡിലെ സൺഷൈൻ കോസ്റ്റ് കേരള അസോസിയേഷനാണ് ജലമാമാങ്കം സംഘടിപ്പിച്ചത്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് മറുനാട്ടുകാർ നമ്മുടെ കേരള ടൂറിസത്തിൽ ഇൻവോൾവ് ആകുന്നത് നമ്മുടെ കേരളത്തിന്റെ എനിക്ക് തോന്നുന്നു 70 വർഷത്തോളം പാരമ്പര്യമുള്ള വള്ളംകളിയാണ്. ഓസ്ട്രേലിയയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 15 ടീമുകൾ പങ്കെടുത്തു. നമ്മുടെ കേരളക്കരയുടെ അഭിമാനകരമായിട്ടുള്ള നെഹ്റു ട്രോഫി വള്ളംകളിയുടെ 1ാമത് ദേശീയോത്സവം ഇന്നിവിടെ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. KBC from Melbourne. പുരുഷ വിഭാഗത്തിൽ സിഡ്നിയിലെ മിന്നൽ റേസിംഗ് ടീം ജേതാക്കളായി. സിഡ്നിയിലെ തന്നെ ടീം കണ്ണൻ സ്രാങ്ക 2ാം സ്ഥാനം നേടിയപ്പോൾ ഗോൾഡ് കോസ്റ്റിലെ തമ്പുരാൻ ചുണ്ടൻ പൊന്നമട ക്ലബ്ബ് 3ാം സ്ഥാനക്കാരായി. വനിതാ വിഭാഗത്തിൽ സൺഷൈൻ കോസ്റ്റ് ആർച്ചാസ് ആണ് കിരീടം ചൂടിയത്. റോയൽ ചുണ്ടൻ ബ്രിസ്ബെയിൻ 2ാം സ്ഥാനവും ഹാർവി ബേയിലെ ടീം മിഡുക്കീസ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ലോക ഭൂപടത്തിൽ ആലപ്പുഴയെ അടയാളപ്പെടുത്തുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഓസ്ട്രേലിയൻ മലയാളികളുടെ സാംസ്കാരിക ഭൂപടത്തിൽ സൺഷൈൻ കോസ്റ്റിൽ നടന്ന വള്ളംകളി മത്സരം ഇടം പിടിക്കുന്ന കാലവും വിദൂരമല്ല. ക്യാമറമാൻ ക്ലൈവിനൊപ്പം സ്വരാജ് സെബാസ്റ്റ്യൻ, 24.